അമ്മ എനിക്കൊരു സഹായം വേണ്ടി വന്നപ്പോ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സഹായിക്കാൻ. സഹായിക്കാൻ വരുന്നവര് മുഴുവൻ കയറി പ്രേമിക്കുവാണല്ലോ. ഞാൻ എല്ലാവരും ഒന്നും പ്രേമിച്ചൊന്നും ഇല്ലല്ലോ. കേട്ടല്ലോ മോളുടെ ന്യായീകരണങ്ങള്. മോളെ നടക്കാത്ത കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ദേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഷളാക്കിയാണ് അവൾ ഈ പരുവത്തിൽ. മോളെ അവരൊക്കെ കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവരായിട്ടുള്ള ബന്ധമൊന്നും ശരിയാവൂല. മോളത് വിട്ടേക്ക്, വേണ്ട. അച്ഛാ കുട്ടുവിന് പാർട്ടി ബന്ധമൊന്നും ഇല്ല. പിന്നെ ഈ കൊല്ലും കൊലപാതകമൊന്നും ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. അഹങ്കാരം പറയണോ? അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കണേ? അമ്മ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞത് മതി. അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം. ഒരു പ്രേമം മണ്ണാങ്കട്ടിയായിട്ട് വന്നിരിക്കണം. കാണിച്ചായിട്ട് നിനക്ക് നീ എന്ത് കാഴ്ചയാണ് നിക്ക? ഇതുപോലെ എങ്ങാനും ആയാലുണ്ടല്ലോ കൊന്നുകളെ ഞാൻ. പുന്നാരിച്ച് ഇനിയും പുന്നാരിച്ച് വെച്ചോളൂ. നല്ലതിന് വേണ്ടിട്ടാ പറയണെന്ന് മനസ്സിലാക്ക. ചേച്ചി അവിടെ നിങ്ങളിത് എന്തുവാ മനുഷ്യ? എന്നോട് ഇവിടെ കിടന്ന് ചൂടായല്ലോ. ഇതൊക്കെ നേരിട്ട് അവളോടങ്ങ് പറഞ്ഞാ പോരെ? നമ്മളെ അച്ഛനെ കുറിച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ? എടി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, അത് ശരിയായിക്കോളും. എന്തായാലും കുറച്ച് ദിവസം അവളെ പുറത്തേക്കൊന്നും വിടണ്ട. ശരിയായ കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ തന്നെ കേൾക്കണമല്ലോ ഇതൊക്കെ വീണ്ടും. ഇന്നത്തെ ജനസേവനൊക്കെ കഴിഞ്ഞാ കുട്ടു, ഞാൻ പറയാം. നീ ആ ഫോണിങ് എടുത്തേ. എന്തിന്? ആ പെങ്കൊച്ചിനെ ഞാനും കൂടെ ഒന്ന് കാണട്ടടാ. പെങ്കൊച്ച അമ്മ അമ്മയുടെ പാടോ. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. എന്ത് പേഴ്സണൽ കാര്യമാണ്? അതൊക്കെ ഞാൻ ചത്തിട്ട് മതി. ഞങ്ങളുടെ ചെലവിൽ കഴിയുമ്പോ ഞങ്ങൾ പറയുന്ന പോലെ ജീവിച്ചോണം. നിങ്ങൾക്കൊക്കെ എന്താ? എടാ 3 നേരം വർഗീയത വിളമ്പി നടക്കുന്ന ചിട്ടിപ്പാക്കറിന്റെ മോളെ കെട്ടിയുള്ളോടാ നിനക്ക് പ്രേമിക്കാൻ. നീ ഒരു ബൂർഷയുടെ മോളെ കെട്ടിക്കൊണ്ട് വന്നാലും ഞാൻ സഹിക്കും. പക്ഷെ വർഗീയത. ഞാനൊരു പെണ്ണിനെയാണ് സ്നേഹിച്ചത്, അല്ലാതെ അവളുടെ അപ്പന്റെ രാഷ്ട്രീയ കോപ്പൊന്നുമല്ല. എടാ അവൾക്ക് നിന്നെക്കാട്ടിലും ഉയരവേ കുറവുള്ളൂ. 1 വയസ്സ് കൂടുതലാ. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്ന അമ്മ? നിങ്ങൾ തമ്മിൽ 10 വയസ്സ് വ്യത്യാസം ഇല്ലേ? എന്നിട്ട് പ്രേമിച്ചില്ലേ? എടാ ഞാനൊരു പെണ്ണല്ലേ, അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങൾ ഒരുമാതിരി ഫാസിസ്റ്റിനെ പോലെ സംസാരിക്കും. ഏത് പെണ്ണിനെ സ്നേഹിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നുള്ളത് എന്റെ തീരുമാനമാണ്, എന്റെ അവകാശമാണ്.